അതായത് ഞാൻ ഈ പിന്നെ ഹരിഹരൻ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഹരൻ സാറിനോട് വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തതൊക്കെ ഞങ്ങളെന്തോ വലിയ ആൾക്കാരാണ്, ബാക്കി അസിസ്റ്റൻ്റ് ഏട്ടന്മാർക്ക് കുറഞ്ഞ ആൾക്കാരെന്നൊരു ധാരണ അന്നുണ്ടായിരുന്നു. മണ്ടത്തരമാണ് അതൊക്കെ. അതിലൊന്നൊരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മമ്മൂക്ക അന്ന് ഇന്നൊക്കെ അങ്ങനെ മമ്മൂക്ക വെറുതെ ചോദിക്കും, അന്ന് ചോദിക്കും, ലെൻസ് ഏതാ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും. അപ്പം ഞാൻ ഒരിക്കൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ മമ്മൂക്ക സിനിമ എടുക്കുന്നു. ആ സെറ്റിൽ ഞാൻ പോകുമ്പോൾ മമ്മൂക്കയുടെ ഒരു ഇടപെടൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാനത് ഒന്ന് പേടിച്ചു. അയ്യോ, ഇനിയിപ്പോൾ നമ്മുടെ സിനിമ മമ്മൂക്ക ഞാൻ ചെയ്യുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സിനിമ തുടങ്ങി മമ്മൂക്കയെ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അതായത് ഞാൻ ഹരിഹരൻ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഹരൻ സാറിൻ്റെ ക്യാമറാമാനാണ്. വില്യംസ് എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര ടറാണ്. എന്തെങ്കിലും ചോദിച്ചാൽ ഒന്ന് ചോദിച്ച് രണ്ടിന് തല്ലിക്കളയും. അങ്ങനെ കൊണ്ട് പുള്ളി എപ്പോഴും സിഗരറ്റും കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഭയങ്കര ചൂടനാണ്. അതുകൊണ്ട് പുള്ളി എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഹരൻ സാറൊക്കെ വളരെ നീറ്റായിട്ട് ഡീൽ ചെയ്യും അവരെയൊക്കെ, വില്യം സാറിനെയൊക്കെ. ഓഫ് കോഴ്സ്, കാരണം വില്യം സാറിനേക്കാൾ വളരെ സീനിയറാണ് ഹരൻ സാറ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബന്ധം വെച്ചാണ് നമ്മളൊരു പടം ചെയ്യുമ്പോൾ വില്യം സാറ് വേണമെന്ന്. കാരണം നമ്മളെ കൂടെ വരുമ്പോൾ നമ്മളിൽ ഒരാളായിട്ട് വരും. ഹരൻ സാറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഹരൻ സാറിൻ്റെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിൽക്കും. വളരെ നമുക്കിപ്പോൾ ഒരു സീനൊക്കെ എടുക്കാൻ നേരത്ത് സീനൊക്കെ വായിച്ചതിന് ശേഷം നമ്മൾ പറയുമ്പോൾ ഡബിജ നമുക്ക് ഇങ്ങനെ എടുക്കണം, അങ്ങനെയൊക്കെ ഒരു നല്ലൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. റഹ്മാൻ വളരെ അടുത്ത സുഹൃത്താണ്. കാരണം ഞാൻ എൻ്റെ ചരിത്രത്തിൽ റഹ്മാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ റിലീസാകാത്തൊരു ചിത്രമുണ്ട്, ചോദ്യം. ഇപ്പോഴും ചോദ്യചിഹ്നമായി കിടക്കുന്നൊരു ചിത്രമാണ് ചോദ്യം. മോഹൻലാൽ അതിൽ അഭിനയിച്ചിരുന്നു. രൂപിണി, റഹ്മാൻ, ക്യാപ്റ്റൻ രാജു. ആ ഒരു നല്ല സിനിമയായിരുന്നു. പക്ഷേ അത് മറ്റു ചില സാങ്കേതിക സിനിമാപരമായ കാര്യങ്ങളായ സിനിമ റിലീസായിട്ടില്ല. ആ സിനിമയിൽ ആണ് അത് രണ്ടാമത് അഭിനയിക്കുന്നത്. അപ്പം ഞാൻ അയാളും കൂടി കുറച്ച് കൂടുതൽ അടുത്തു. കാരണം ഞങ്ങൾ പ്രായം കൊണ്ട് വലിയ വ്യത്യാസമില്ല എന്നുള്ളത്, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ശോഭനയെക്കുറിച്ച് എന്താണ് പറയുക? ശോഭന വളരെ നല്ല ആർട്ടിസ്റ്റല്ലേ, ഭയങ്കര പ്രൊഫഷണലാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തമാശകളും കാര്യങ്ങളൊക്കെ ശോഭന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ ഷോട്ടിനൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആ ഒരു ക്യാരക്ടറാകുകയും പെട്ടെന്ന് ഡയലോഗുകൾ ക്യാച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ശോഭന. അവരെ അച്ഛനുമൊക്കെ മലയാളിയാണെങ്കിൽ പോലും അവർ വളർന്നതൊക്കെ മദ്രാസിലായതുകൊണ്ട് മലയാളം കുറച്ച് ഇതാണെങ്കിലും നന്നായിട്ട് അറിയാൻ മലയാളം അവർക്ക്. എനിക്ക് ആ സിനിമയിൽ എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു, മമ്മൂക്കയെ കൊണ്ടും ശോഭനയെ കൊണ്ടും റഹ്മാനെ കൊണ്ടും ഒക്കെ. എസ് എൻ സ്വാമി എന്ന് പറയുന്നത് എനിക്കൊരു എഴുത്തുകാരനായിട്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ആളാണ് എസ് എൻ സ്വാമി. കാരണം അതായത് ചരിത്രം എന്ന് പറഞ്ഞ സിനിമ എസ് എൻ സ്വാമി എഴുതുമ്പോൾ ഒരു എഴുത്തുകാരനായിട്ട് എനിക്ക് കാണാനേ പറ്റിയിട്ടില്ല. അതായത് കണക്കറ്റ് ശകാരിക്കുകയും തെറി വിളിക്കുകയും അപ്പോൾ എന്താ പറയുക, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയൊക്കെ ചെയ്യുന്ന അതിലൊരു സോങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. കലയും വൃന്ദയായിരുന്നു എൻ്റെ ഡാൻസ് മാസ്റ്റേഴ്സ്. രണ്ടുപേരും ചേർന്നാണ് ചെയ്തു. കുറച്ച് കല ചെയ്തു, കുറച്ച് വൃന്ദ ചെയ്തു. ചിത്രം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സ് അന്ന് നമ്മൾ അതൊരു എന്താ പറയുക, ഇപ്പോഴത്തെ പറയാനൊക്കെ ഇല്ല. അന്ന് ഒരു സിനിമയിൽ ആലോചിക്കാൻ ബുദ്ധിമുട്ടോടുകൂടി ആലോചിക്കുന്നൊരു ക്ലൈമാക്സ് ആയിരുന്നു അത്. കാരണം വളരെ സോഫ്റ്റ് ആയിട്ടൊരു ക്ലൈമാക്സ്, ഇച്ചിരി ഇമോഷണൽ ഡ്രാമ വർക്കൗട്ട് ചെയ്യുന്നൊരു ക്ലൈമാക്സ് ആയിരുന്നു അത്. ചരിത്രം തിയേറ്ററിൽ, ഞാൻ ഈ പാർത്താസ് തിയേറ്ററിലാണ് അത് കാണാൻ പോയത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ചരിത്രം. കാരണം ഇത് കണ്ടതിന് ശേഷം ആൾക്കാർ എന്ത് റിയാക്ട് ചെയ്യുന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് സീറ്റ് ഇരിക്കാനൊന്നും കൂട്ടാക്കില്ല. ഞാൻ ഒരു സൈഡിലൊക്കെ നിന്ന് കണ്ടിട്ട് പതുക്കെ പടം തീരുന്നതിന് മുമ്പ് തന്നെ പുറത്തിറങ്ങി ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയാം. അന്ന് ഇതുപോലെ മാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ. 1-2 സിനിമ പ്രസിദ്ധീകരണങ്ങളല്ലേ ഉള്ളൂ. അതിൽ വരുന്ന ഫോട്ടോസ് അത്ര ആൾക്കാർ കാണും, വളരെ കുറച്ച് ആൾക്കാർ കാണും. ഇത് അത്രത്തോളം ഈ സിനിമ അല്ലെങ്കിൽ അഭിനയം അസ്ഥി പിടിച്ചിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇത് കാണൂ, അല്ലാത്ത ആൾക്കാർ കാണത്തില്ല. ഇന്നിപ്പോൾ ടി വിയിലൊക്കെ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് എല്ലാവരും അറിയാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് പതുക്കെ പുറത്തിറങ്ങി
എനിക്ക് 1-2 ആൾക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ അവിടെ പതുക്കെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സ്കൂട്ടറിലാണ് പോയത്. പതുക്കെ കയറി അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകും.